ചുരുങ്ങിയ ചിലവിൽ സാധാരണക്കാർക്ക് വൈദ്യസഹായം ലഭ്യമാക്കിക്കൊണ്ട് 3 പതിറ്റാണ്ടിലേറെക്കാലം സേവനനിരതയായി ജീവിച്ച ഒരു ഹോമിയോ ഡോക്ടർ. കേരള സഭയിൽ നവീകരണത്തിൻ്റെ ചുക്കാൻ പിടിച്ച ആത്മീയാചാര്യന്മാരിൽ പ്രമുഖനായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനാൽ സ്ഥാപിതമായ MSMI സന്യാസ സഭയിൽ 4ാമത് ബാച്ചിലെ അംഗം. കുളത്തുവയൽ നിർമ്മല ഹോമിയോ ക്ലിനിക്കിൻ്റെ ജീവനാഡിയായിരുന്ന സിസ്റ്റർ ഡോക്ടർ ജൈൽസ് MSMIയെ പരിചയപ്പെടാം മർത്ത ആൻഡ് മേരിയിലൂടെ. സിസ്റ്റർ ഡോക്ടർ ജൈൽസിൻ്റെ സേവനനിരതമായ ജീവിതത്തിൻ്റെ വിശേഷങ്ങൾ തുടരും. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ സിബിഗിരി ഇടവകയിൽ നിന്നും കേരള സഭയിലെ നവീകരണ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള കുളത്തുവയൽ ഇടവകയിലേക്ക് കുടിയേറിയ കുടുംബത്തിൽ നിന്നും ഈശോയുടെ മണവാട്ടിയാകാൻ വിളി സ്വീകരിച്ചു. ആത്മീയാചാര്യൻ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനാൽ സ്ഥാപിതമായ MSMI സന്യാസ സഭയിലെ 4ാമത്തെ ബാച്ചിലെ അംഗമായി. കോട്ടയം കുറിച്ചി ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി. ചികിത്സയും കൗൺസിലിങ്ങും ഒന്നിച്ചു കൊണ്ടുപോയ സന്യാസ ജീവിതത്തിൻ്റെ നാളുകൾ. കരിസ്മാറ്റിക് ധ്യാനം കൂടി ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ബോംബെയിൽ വെച്ച് നടക്കുന്ന നാഷണൽ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായി ബഹുമാനത്തിൽപ്പെട്ട തുരുത്തിൽ മത്സരത്തിൻ്റെ താല്പര്യപ്രകാരം ഞാനും കൂടെ പോയി. അച്ഛനും ഉണ്ടായിരുന്നു. നാഷണൽ കൺവെൻഷൻ കഴിഞ്ഞ് ബൈബിൾ കൺവെൻഷൻ ഉണ്ടായിരുന്നു, അതും കൂടി. അതിനുശേഷം ഹീലിംഗ് കൺവെൻഷൻ നടന്നു, അതിലും പങ്കെടുത്തു. ആ ഹീലിംഗ് കൺവെൻഷൻ്റെ അവസാനം എനിക്ക് നല്ലൊരു അനുഭവമായിട്ട് തോന്നി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഗിഫ്റ്റ്, ഹീലിംഗ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. തിരിച്ചു വന്ന് രോഗികളെ കണ്ടപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു ആവേശം എനിക്ക് തോന്നി. പ്രാർത്ഥന ആവശ്യമായിരുന്നവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആന്തരിക സൗഖ്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഫിസിക്കൽ ഹീലിങ്ങിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഫിസിക്കൽ ഹീലിംഗും കിട്ടുന്നതായിട്ടും ആന്തരികമായ സൗഖ്യം കിട്ടുന്നതായിട്ടും ഈ രണ്ടും അനുഭവപ്പെട്ടു. എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നി. ചികിത്സാരംഗത്തത് അനുഗ്രഹപ്രദമായിട്ട് തോന്നി. പിന്നീട് വരുന്ന രോഗികൾക്ക് വേണ്ടി അവരുടെ വിഷമങ്ങൾ വിഷമങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ പോകുന്നത് കാണുവാൻ സാധിച്ചു. അതെനിക്ക് കൂടുതൽ പ്രചോദനമായി. പിന്നീട് രോഗികൾ കൂടിക്കൂടി വന്നു. മാനസികമായ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർ, മാനസിക രോഗികൾ, ആത്മഹത്യാ പ്രവണതയുള്ളവർ, കൂടുതൽ ദേഷ്യപ്രകൃതിക്കാർ, അതുപോലെ തന്നെ ലൈംഗികമായ ദുശ്ശീലങ്ങൾക്ക് അടിപ്പെട്ട് അതിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർ എല്ലാം വരാൻ തുടങ്ങി. അവരുടെ വിഷമങ്ങൾ കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവർക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങി. വളരെ ഫലപ്രദമായിട്ട് അനുഭവപ്പെട്ടു. കൗൺസിലിംഗ് കഴിഞ്ഞ് മരുന്ന് കൊടുക്കുന്തോറും അവരുടെ മനസ്സ് സ്വസ്ഥമായി കഴിയുമ്പം മരുന്നതിന് തന്നെ ആക്ഷൻ കൂടുതലായി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതൊരു വളരെ സന്തോഷവും ദൈവത്തോട് നന്ദിയും എൻ്റെ മനസ്സിൽ അത് വർദ്ധിപ്പിച്ചു. മനുഷ്യരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റാത്തതായിട്ട് എനിക്ക് മനസ്സിലായി. അവരുടെ കുറ്റം കൊണ്ടല്ല, ജീവിത സാഹചര്യങ്ങളിൽ കുഞ്ഞുനാൾ തുടങ്ങി അവർക്കുണ്ടായ മുറിവുകൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ, ചൂഷണം ചെയ്യപ്പെട്ട അവസ്ഥ, പ്രത്യേകിച്ച് ലൈംഗിക തലത്തിൽ, ഇതെല്ലാമാണ് ഇന്നത്തെ മദ്യപാനികളെയും കൊലപാതകികളെയും ആത്മഹത്യാ പ്രവണതക്കാരെയെല്ലാം മെനഞ്ഞെടുക്കുന്ന എനിക്ക് മനസ്സിലായി. എനിക്ക് അവരോട് അങ്ങേയറ്റം സഹാനുഭൂതി തോന്നി. കൂടുതൽ സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ അവരോട് ഇടപെടാൻ സാധിച്ചു. അതിനനുസരിച്ച് അവർ സംതൃപ്തരായി സമാധാനത്തോടെ സന്തോഷമായി
ഹൃദയഭാരങ്ങളെല്ലാം നീങ്ങിയിട്ട് സമാധാനത്തോടെ പോകുന്നത് കാണാൻ സാധിച്ച് എനിക്കൊത്തിരി സമാധാനവും സന്തോഷവും സംതൃപ്തിയും തോന്നി. ബഹുമാനപ്പെട്ട തുരുത്തിമഠത്തിൽ ഞാൻ ചെന്ന് 8 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അത് കഴിഞ്ഞ് ചികിത്സ അവിടെ തുടർന്നു. എങ്കിലും ഒരു സന്ദേശം കിട്ടി, അവിടെ നിന്ന് ഡിസ്പെൻസറി കുളത്തൂരിലേക്ക് മാറ്റുവാനായി. കാപ്പിൽ ജോസിയേട്ടനാണ് സന്ദേശം കിട്ടിയത്. ജോസിയേട്ടൻ അത് ബഹുമാനപ്പെട്ട വർക്കിയച്ഛനെ അറിയിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് ഡിസ്പെൻസറി തുടങ്ങേണ്ട സ്ഥലവും എല്ലാം കണ്ട് അവിടുന്ന് വേഗം കുളത്തൂരിലേക്ക് പോന്നു. ആദ്യകാലത്ത് ഇന്നത്തെ NRC പാരൽ കോളേജ് അവിടെ നടത്തുകയായിരുന്നു. NRCയുടെ ആ കെട്ടിടത്തിൽ അതിൻ്റെ തന്നെ ഒരു മുറിയിൽ ചെറിയ തോതിൽ തുടങ്ങി. പെട്ടെന്ന് ഡിസ്പെൻസറിയുടെ കെട്ടിടം പണിത് റോഡ് സൈഡിൽ ഞങ്ങളുടെ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെ റോഡ് സൈഡിലായിട്ട് പണിതു. അവിടെ ക്ലിനിക്ക് ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് പാരൽ കോളേജ് ധ്യാന സെൻ്ററായിട്ട് മാറി. കൂടെ ധ്യാനം നടന്നുകൊണ്ടിരുന്നു. ധ്യാനത്തിൽ സംബന്ധിക്കാൻ വരുന്നവർ മദ്യപാനികളും മാനസിക രോഗികളും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ, സംശയരോഗികൾ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം ധ്യാനത്തിൽ കൂടി കൗൺസിലിംഗ് നടത്തിയ ശേഷം ബഹുമാനപ്പെട്ട അച്ഛനും സിസ്റ്റേഴ്സും കൗൺസിലിംഗ് നടത്തുന്നവരും എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അവർക്ക് മരുന്ന് കൊടുത്ത് അവരെല്ലാം സുഖമായി പോകുന്നത് എനിക്ക് വളരെ സന്തോഷപ്രദമായി അനുഭവപ്പെട്ടു. എനിക്കതൊരു പ്രോത്സാഹനമായി തീർന്നു. അതേ തുടർന്ന് പിന്നീട് പലയിടത്തും ധ്യാന സെൻ്ററുകൾ തുടങ്ങിയപ്പോൾ ധ്യാന സെൻ്ററുകളിൽ കൗൺസിലിംഗ് നടത്തുന്നവർ പലരെയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞു വിടാൻ തുടങ്ങി. സുഖമായി പോകുന്നത് കണ്ട് അവർ പിന്നെയും അവർക്ക് സന്ദേശം കിട്ടുന്നവരെല്ലാം പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെ അതൊരു വലിയ ദൈവാനുഭവമായിട്ട്, ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് മനുഷ്യരുടെ മാനസാന്തരം നടന്ന് ഒരു നല്ല വഴിക്ക് തിരിയുന്നത് കണ്ട് ഈ പ്രൊഫഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ഉന്മേഷത്തോടെ ഈ രംഗത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങി. സിസ്റ്റർ ജൈൽസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ തിരുവചനമാണ്. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനാവലിയെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലുള്ള രോഗികളെ അവൻ സുഖപ്പെടുത്തി. തീർച്ചയായും എൻ്റെ പിന്നിട്ട 28 വർഷങ്ങളിലെ അനുഭവത്തിന് വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ ഒരു വചനം സ്വന്തം ജീവിതത്തിൽ അനർത്ഥമാക്കിയ ഒരു വ്യക്തിയായിട്ടാണ് സിസ്റ്റർ ജൈൽസിനെ എനിക്ക് കാണുവാൻ സാധിച്ചത്. കാരണം എപ്പോഴും അനുകമ്പയുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയായി സിസ്റ്റർ മാറുന്നു. ഏറെ പ്രത്യേകമായി ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച, പിന്നിട്ട് ഏതാനും വർഷങ്ങൾ ഞാൻ കൊളത്തുവയിൽ NRCയിൽ ധ്യാന ശുശ്രൂഷയിൽ വ്യാപൃതയായപ്പോൾ അനേകം വ്യക്തികൾ അവിടെ പലതരത്തിൽ ശാരീരികമായും മാനസികമായും മുറിവേറ്റ ശരീരവും മനസ്സുമായി വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലുള്ള തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ട അനേകം വ്യക്തികൾ ഓരോ ആഴ്ചയിലും കൊളത്തുവയിലെ ധ്യാനത്തിനെത്താറുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിനും വേദന ഉളവാക്കുന്ന രീതിയിൽ ഈ ജനം എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും മനസ്സ് പതറിപ്പോയിട്ടുണ്ട്. കാരണം ഒന്ന് ശാന്തമായി ഇരിക്കുവാനോ തിരുവചനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റാത്ത അവസ്ഥ. പക്ഷെ അവിടെയെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും അടുത്തൊരു ഉത്തരമായി കടന്നു വരുന്നത് സിസ്റ്റർ ജൈൽസിനെ ഒന്ന് കാണിക്കാം. ഉടനെ ഓടി വന്ന് പറയും, സിസ്റ്ററെ ഇങ്ങനെ 2-3 ചേട്ടന്മാർ എത്തിയിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും? അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വചനം കേൾക്കാൻ പറ്റുന്നില്ല, ആകെപ്പാടെ അസ്വസ്ഥതയാണ്. പക്ഷേ സിസ്റ്ററിൻ്റെ ഒരു മറുപടി ഇതായിരിക്കും, ഡെൽസി വിഷമിക്കേണ്ട, ഞാനൊന്ന് നോക്കാം, ക്ലിനിക്കിലേക്ക് പറഞ്ഞു വിട്ടേര്. ആ ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം തീർച്ചയായും സിസ്റ്ററിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരാശ്വാസം കർത്താവ് സിസ്റ്ററിലൂടെ കൊടുക്കാറുണ്ട്. പലരും പങ്കുവയ്ക്കുന്നൊരു കാര്യം ഇതാണ്,
അവിടെ ചെന്ന് സിസ്റ്ററിനടുക്കൽ നിന്ന് ഇരുന്ന് കഴിയുമ്പോൾ സിസ്റ്ററിനോട് തങ്ങളുടെ വേദന പങ്കുവെച്ച് കഴിയുമ്പോൾ സിസ്റ്റർ എല്ലാം കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥനയോടൊപ്പം അവർക്ക് ആവശ്യമായ മരുന്നുകൾ നൽകും. അതുകൊണ്ട് മാത്രമായില്ല, അനുകമ്പയുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയായതിനാൽ സിസ്റ്റർ ഓരോ ദിവസവും അന്വേഷിച്ചുകൊണ്ടിരിക്കും, എങ്ങനെയായി, അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, കിടക്കാൻ പറ്റുന്നുണ്ടോ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ. എന്തൊരു അനുകമ്പയോടുകൂടെയുള്ള അന്വേഷണവും അവർക്ക് വേണ്ടിയുള്ള അക്ഷീണമായ പ്രയത്നവും. പല രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സിസ്റ്റർ അവർക്ക് വേണ്ടി വളരെ ത്യാഗം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഏത് സമയത്തും സിസ്റ്ററിനെ പോയി നമുക്ക് സമീപിക്കാം. കാരണം അതിരാവിലെ ആയിരിക്കും ചിലപ്പോൾ ഈ മദ്യപിച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് ഛർദി, തലകറക്കം, പല അസ്വസ്ഥതകൾ. പക്ഷേ അവിടെ വരുമ്പോൾ സിസ്റ്റർ പറയാറുണ്ട്, നിങ്ങൾ സമയമൊന്നും നോക്കണ്ട, വേദനിക്കേണ്ട, വന്നു പറഞ്ഞാൽ മതി, എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സത്യം ഇതാണ്. കാരണം എല്ലാ ദിവസവും രാവിലെ 3 മണിയാകുമ്പോഴേക്കും സിസ്റ്റർ എഴുന്നേൽക്കും. ദിവ്യകാരുണ്യ ഈശോയുടെ പക്കൽ പോയിരുന്ന് മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കും. അവിടുന്ന് ലഭിക്കുന്ന ആ പ്രാർത്ഥനയുടെ ശക്തി, ഊർജം മുഴുവനും ആർജിച്ചെടുത്തിട്ടാണ് തൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഈ അടുത്ത ദിവസം ഒരു വൈദികൻ കുറേ അകലെ നിന്ന് അച്ഛൻ ചോദിച്ചു, സിസ്റ്ററെ, ഇപ്പോഴും സിസ്റ്റർ ജൈൽസ് കൊളുത്തുവയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ? അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാകുമോ? അവിടെ വന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സിസ്റ്റർ അവിടെ ഇല്ല, ഇപ്പോൾ അല്പം റെസ്റ്റിലൊക്കെയാണ്, പക്ഷേ മറ്റൊരു സിസ്റ്ററുണ്ട്. ഉടനെ ആ അച്ഛൻ പറഞ്ഞ ഇതാണ്, ഞങ്ങളുടെ ഇടവകയിൽ 1-2 വ്യക്തികൾക്ക് വരണം. അവർ പറഞ്ഞത് സിസ്റ്റർ ജൈൽസിനെ കണ്ടാൽ മതി, കാരണം സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്ക് മരുന്ന് തരിക, ഞങ്ങൾക്കത് ആശ്വാസമാണ്. തീർച്ചയായിട്ടും ഇതാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇത് ജീവിതത്തിൽ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ വലിയൊരു മാതൃകയായിരുന്നു. കാരണം എപ്പോഴും പ്രാർത്ഥിച്ച് ഈശോയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ്, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഞാൻ തന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. എങ്ങനെയാണ് ശാരീരികമായി അസ്വസ്ഥ ഉള്ളപ്പോൾ പോലും മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിന് മുൻപിലിരിക്കുന്നത്. സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് സിസ്റ്റർ ഇത്രയുമൊക്കെ രോഗികളെ ഈ ഒരു ശാരീരികമായി അസ്വസ്ഥയുള്ളപ്പോഴും ശുശ്രൂഷിക്കാൻ, അവരെ ഒന്ന് കേൾക്കുവാൻ പറ്റുന്നത്? സിസ്റ്റർ പറഞ്ഞൊരു വാക്കിതായിരുന്നു, ഡെൽസി, മറ്റൊന്നുമല്ല, അത് ഈശോയുടെ പക്കലിരിക്കുമ്പോൾ ഈശോ തരുന്ന ഒരു ആത്മശക്തിയാണെന്ന്. ആയിരത്തി 1990 ഒരു വർഷത്തേക്ക് തലശ്ശേരിയിലേക്ക് പോയി. തലശ്ശേരിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങി. ബിഷപ്പ് ഹൗസിനടുത്തായിട്ട് ഒരു വാടക കെട്ടിടത്തിൽ. 1 വർഷം ആയി, പേഷ്യൻസൊക്കെ ധാരാളം വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രൊവിൻസ് തിരിഞ്ഞ് പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി ഇലക്ട് ചെയ്യപ്പെട്ടത്. 1991 ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ പ്രൊവിൻസുകളായി തിരിഞ്ഞു, പൊന്തിപ്പിക്കലായി. ആ കാലഘട്ടത്തിൽ ആദ്യമായി പ്രൊവിൻസ് തിരിഞ്ഞപ്പോൾ പ്രൊവിൻസിൻ്റെ ആദ്യ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി ഞാൻ ഇലക്ട് ചെയ്യപ്പെട്ടു. ആ അവസരത്തിൽ ക്ലിനിക്കിലെ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ എൻ്റെ സഹപാഠിയായിരുന്ന ഡോക്ടർ ചിന്നമ്മ പാടത്തിൽ എന്നോട് ഞാൻ സഹായം ചോദിച്ചു. പുള്ളി എന്നെ സഹായിക്കാനായിട്ട് വന്നു. ഞാൻ കോഴിക്കോട്ട് പ്രൊവിൻഷ്യൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസം വരുമായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഡോക്ടർ ചിന്നമ്മയാണ് ചെയ്തിരുന്നത്. 3 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അപ്പോഴും ഡോക്ടർ ചിന്നമ്മ ചികിത്സ തുടർന്നു. 25 വർഷത്തോളം ഡോക്ടർ ചിന്നമ്മ എൻ്റെ കൂടെ എന്നെ സഹായിച്ചുകൊണ്ട് രോഗികളെ ചികിത്സിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് പോയി സ്വന്തമായിട്ട് ക്ലിനിക്കിട്ട് ഇപ്പോൾ ചികിത്സ തുടരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ 2 പേരും കൂടെ യോജിച്ചിരുന്നപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ ആശയങ്ങൾ, അറിവുകൾ പരസ്പരം കൈമാറാനും ചികിത്സ കൂടുതൽ എളുപ്പമാകാനും സാധിച്ചു. ഇവിടെ 30 വർഷത്തെ സേവനത്തിന് ശേഷം എനിക്ക് സുഖമില്ലാതെ വന്നതുകൊണ്ട് ഞാൻ ചികിത്സ നിർത്തി കോഴിക്കോട് പ്രൊവിൻഷ്യൽ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹാർട്ടിന് അസുഖമായതുകൊണ്ട്, കയറ്റം കയറാൻ വിഷമമായതുകൊണ്ട് മുന്നോട്ട് തുടരാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ സുപ്പീരിയേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടു. വയ്യാത്ത അവസ്ഥ ഞാൻ പറഞ്ഞു. അവർ ഞങ്ങളുടെ തന്നെ സിസ്റ്റർ ജെറിൻ, ഡോക്ടർ സിസ്റ്റർ ജെറിനെ ഇങ്ങോട്ട് അയച്ചു.
എനിക്ക് വിശ്രമം തന്നു. 1 വർഷമായിട്ട് ഞാനിപ്പോൾ പ്രൊവിൻഷ്യൽ ഹൗസിൽ വിശ്രമിക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്തിരുന്ന അതേപോലെ തന്നെ രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റെല്ലാം വളരെ വിദഗ്ധമായിട്ട് ചെയ്യുന്നു. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് മരുന്ന് കൊടുക്കുന്നു. ആദ്യത്തെ പോലെ തന്നെ അതിലും കൂടുതലായിട്ട് തന്നെ രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു. സൗഖ്യം നേടി തിരിച്ചു പോകുന്നു. എനിക്ക് സിസ്റ്റർ ജാൽസിനെ 91 സഭയിൽ അർത്ഥിനിയായി ചേരുന്ന കാലഘട്ടം തൊട്ട് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. സിസ്റ്ററിൻ്റെ വളരെ പ്രത്യേകമായ വ്യക്തിത്വം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. സിസ്റ്റർ പ്രൊവിൻഷ്യലായിരുന്ന കാലഘട്ടത്തിൽ ആസ്പിറൻസായിട്ട് ചേരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് തൊട്ട് സിസ്റ്ററിൻ്റെ ആ ഒരു പ്രത്യേകമായ സന്യാസ വ്യക്തി വളർച്ചയിൽ ഓരോരുത്തരോടുമുള്ള കരുതലും ഓരോരുത്തരെയും പ്രത്യേകമായി കണ്ടുകൊണ്ട് എന്ത് സിസ്റ്ററിന് സംഭാവന ചെയ്യാൻ കഴിയുമോ ആ വിധത്തിൽ വളർത്താനായിട്ട് സിസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെ കൂടെ വന്ന് കാണുകയും ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിന് അസ്വസ്ഥതയുണ്ടെങ്കിൽ അവരെ കാണുവാനും ആ പ്രശ്നം പരിഹരിക്കുവാനും സിസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും സിസ്റ്റർ ഞങ്ങളെ തേടിയെത്തും. പ്രത്യേകിച്ച് ഫോർമേഷൻ്റെ കാര്യത്തിൽ സിസ്റ്റർ വളരെ ശ്രദ്ധയുള്ള ആളായിരുന്നു. ആ ഒരു കാലഘട്ടത്തിന് ശേഷവും സിസ്റ്റർ വ്യക്തികളുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യാനായിട്ട് സിസ്റ്ററിന് വളരെയധികം ഒരു പ്രത്യേക ശുഷ്കാന്തിയുണ്ട്. ഞങ്ങളുടെ പ്രൊവിൻസിൽ നിന്ന് മാത്രമല്ല മറ്റ് പ്രൊവിൻസിലെ എല്ലാവരുമായിട്ടും സിസ്റ്റർ ആർക്ക് ആവശ്യമുണ്ടോ അവരെ സഹായിക്കാനായിട്ട്, ആർക്കാണോ ഒരു വിഷമമുള്ളത് അവർക്ക് ഏത് വിധത്തിലാണോ സഹായം ചെയ്യാനാവുക അവരെ ആ വിധത്തിൽ സഹായിക്കാനായിട്ട്, അവരെ ഏറ്റവും ഫ്രീ ആയിട്ടുള്ള പേഴ്സൺസായിട്ട് സഭയിൽ വളർന്ന് വികസിച്ച് പൂമ്പാറ്റകളെ പോലെ വിടർന്ന് പ്രശോഭിക്കാനായിട്ടാണ് സിസ്റ്റർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ചൈതന്യത്തോടെയാണ് സിസ്റ്ററിൻ്റെ ശുശ്രൂഷയിലും പ്രത്യേകിച്ച് ക്ലിനിക്കിൽ സിസ്റ്റർ ആ വ്യക്തികളെ പലപ്പോഴും ഈ സഭയിലുള്ളവരെ കാണാനും അവർക്ക് വേണ്ടി പ്രത്യേകം എല്ലാ വിധത്തിലും ശുശ്രൂഷ ചെയ്തു കൊടുക്കുവാനും ദൂരെയുള്ളവർക്ക് പോലും മരുന്ന് എത്തിച്ചു കൊടുക്കാനും സിസ്റ്റർ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ സിസ്റ്ററിൻ്റെ പിന്തുടർച്ചക്കാരിയായിട്ട് നിർമ്മല ക്ലിനിക്കിലേക്ക് എനിക്ക് വരാനായിട്ട് ദൈവം പ്രത്യേകമായി ഇടവരുത്തി. എനിക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 1.5 വർഷത്തിനിടയിൽ സിസ്റ്ററിൻ്റെ രോഗികളുമായിട്ടുള്ള ആ ബന്ധം, വർഷങ്ങൾ സിസ്റ്ററുമായിട്ടുള്ള ആ ബന്ധം കീപ്പ് ചെയ്യുന്ന ആ രോഗികൾ അവരുടെ ജീവിത പ്രശ്നത്തിലെ എല്ലാ കാര്യങ്ങളും അവരെ ജനിച്ചപ്പോൾ തൊട്ട് വളർന്ന് വലുതായി ഓരോ തലങ്ങളിലെത്തി എങ്കിലും സിസ്റ്ററിന് അവരെ ഓരോരുത്തരെയും വ്യക്തമായിട്ടും അവരുടെ ജീവിത കാര്യങ്ങളുമെല്ലാം വളരെ നന്നായിട്ട് അറിയാം. അവരുടെ എല്ലാ കാര്യങ്ങളിലും സിസ്റ്ററിന് ഒരു പ്രാർത്ഥനയുടെ സഹായം, പിന്തുണ എപ്പോഴും സിസ്റ്റർ നൽകുന്നുണ്ട്. സിസ്റ്ററിനെ കുറിച്ച് ചോദിക്കാത്ത പഴയ രോഗികളില്ല. അവർ വരുമ്പോൾ സിസ്റ്ററിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ ചോദിക്കും. സിസ്റ്ററിനെ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടു പോയവർ മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ സിസ്റ്ററുമായിട്ടുള്ള ആ ബന്ധം ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇത്രയും നാളത്തെ ചികിത്സയുടെ വെളിച്ചത്തിൽ എനിക്ക് കിട്ടിയ തിരിച്ചറിവ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, ഇന്നത്തെ മദ്യപാനികളും മയക്കുമരുന്ന് അടിമകളായവരും സംശയപ്രകൃതിക്കാരും കൊലപാതകികളും പെട്ടെന്നായതല്ല. ചെറുപ്പകാലത്തിൽ അവർക്കുണ്ടായ തിക്താനുഭവങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ട അവസ്ഥകൾ, മുറിപ്പെട്ട അനുഭവങ്ങൾ, മാതാപിതാക്കന്മാരിൽ നിന്നുണ്ടായ അവഗണനകൾ, കഠിനമായ ശിക്ഷാരീതികൾ എല്ലാം അവരുടെ വ്യക്തിത്വത്തെ വികലമാക്കി ഈ തരത്തിലേക്ക് നയിക്കുന്നു, ഈ അവസ്ഥയിലേക്ക് നയിക്കുന്നു. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചെറുപ്പകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ്. ലൈംഗിക ദുരുപയോഗങ്ങൾ ഇക്കാര്യത്തിൽ വർദ്ധിച്ചു വരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും അടുത്ത ബന്ധുക്കളിൽ നിന്ന്, ഏറ്റവും അടുത്ത് ഇടപെടുന്നവരിൽ നിന്ന്, മാന്യന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്നവരിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ മുറിവേൽക്കപ്പെടുന്നത്. അതുകൊണ്ട് അവനവൻ്റെ മക്കളെ, കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമില്ലാതെ, അവരുടെ സാന്നിധ്യമില്ലാതെ അന്യ വീടുകളിൽ കിടക്കാനും ഒറ്റയ്ക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനും പറഞ്ഞു വിടരുത്. കാരണം അവർക്കതിനെപ്പറ്റി തിരിച്ചറിവില്ലാത്തതുകൊണ്ട് മുതിർന്നവർ ദുരുപയോഗിക്കുന്നിടത്ത് പ്രശ്നത്തിൽ പെട്ട് കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങളത് അറിയുന്നത്. പിന്നീട് അവർക്കത് പറയാൻ പേടിയാകും. അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകുന്തോറും
ആ ടെൻഡൻസിയിലേക്ക് അവർ കടന്നു പോകുന്നു. കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെ കടന്നു പോയി കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നീട് അതൊരു കമ്പൾസീവ് ഹാബിറ്റായിട്ട് മാറുന്നു. തെറ്റിലേക്ക് വീഴുന്ന അവസ്ഥ. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ഈ കാര്യത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മക്കളോട് കഠിനമായുള്ള ശിക്ഷാരീതിയല്ല വേണ്ടത്. സ്നേഹത്താൽ പ്രചോദിതമായിട്ട് തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദേഷ്യം തീർക്കാനോ നമ്മുടെ പ്രതികാരം തീർക്കാനോ ഒരിക്കലും മക്കളോട് വഴക്ക് പറയാനോ ശിക്ഷിക്കാനോ നിൽക്കരുത്. സ്നേഹം, മാതാപിതാക്കളുടെ സ്നേഹമാണ് അവരെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. കൂടുതൽ ശിക്ഷിക്കപ്പെടും തോറും മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അവരൊന്നും ചെയ്യുന്നില്ല. ആ സാന്നിധ്യമില്ലെന്നാകുമ്പോൾ അവർ സപ്രസ് ചെയ്ത് വെച്ചിരുന്ന വികാരങ്ങളെല്ലാം പൂർവാധിക ശക്തിയോടെ അവർ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. ഇത് കൂടുതൽ വഷളായിട്ട് ഉള്ള വ്യക്തിത്വത്തിലെ വികലമായ വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ മക്കളെ സ്നേഹിച്ച് ശരിയായ ശിക്ഷണം കൊടുത്ത് അവരെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ അപകട സാഹചര്യങ്ങൾ മാതാപിതാക്കന്മാർ മനസ്സിലാക്കി ഇന്നത്തെ ലോകത്തിൽ സംഭവിക്കുന്നത് കണ്ടും കേട്ടും മനസ്സിലാക്കുന്ന മാതാപിതാക്കന്മാർ അത് ആ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടാകണം. അവരെ വിശുദ്ധരായി കാത്തു സൂക്ഷിക്കുവാൻ. അതുപോലെ തന്നെ അതാത് പ്രായങ്ങളിൽ മക്കൾ അറിയേണ്ട കാര്യങ്ങൾ മാതാപിതാക്കന്മാരിലാണ് മുന്നാണത് അവരറിയേണ്ടത്. കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന വികലമായ അറിവ് അവരെ ജിജ്ഞാസയിലേക്കും തെറ്റിലേക്കും നയിക്കുന്നു. അതുപോലെ മാധ്യമങ്ങളുടെ അതിപ്രസരം, പ്രത്യേകിച്ച് മൊബൈൽ ഫോണും മറ്റും ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ബ്ലൂ ഫിലിം കാണിക്കുന്നവർ വരെയുണ്ട്. അതവരുടെ മാനസികാവസ്ഥയെ തകർത്ത് കളയുന്നു, പഠനത്തിലുള്ള ശ്രദ്ധ ഇല്ലാതാക്കുന്നു, തെറ്റുകളിലേക്ക് നയിക്കുന്നു. ഈ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. അതാത് പ്രായത്തിൽ അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്ത് അപകട സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നല്ല കാര്യങ്ങളിലേക്ക് അവരെ നയിക്കണം. അതുപോലെ തന്നെ മാതൃകാപരമായി മാതാപിതാക്കന്മാരുടെ ജീവിതം അവർക്ക് അനുഭവപ്പെടണം. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നമ്മുടെ മക്കൾ നല്ലവരാണെങ്കിൽ മാതാപിതാക്കന്മാരെ തന്നെ ശ്രദ്ധിക്കണം പ്രധാനമായിട്ട്. അന്തരിച്ച മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ കൊളത്തുവേൽ കേന്ദ്രമായി MSMI സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തപ്പോൾ കൊളത്തുവേൽ ഇടവക ആ സന്യാസിനി സമൂഹത്തിന് നൽകിയ ഏറ്റവും വിലയേറിയ ഒരു മുത്തായിരുന്നു ആരാധ്യയായ സിസ്റ്റർ ജൈൽസ്. ഈ പ്രദേശത്തെ ചികിത്സാരംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സാധാരണക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഹോമിയോ ചികിത്സയിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുക എന്ന് മാത്രമല്ല, പ്രയാസങ്ങളാൽ അനുഭവപ്പെടുന്ന ആളുകളെ കൗൺസിലിംഗ് കൂടി സുഖപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും സിസ്റ്ററുടെ കഴിവ് അപാരമാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവം വെച്ചാൽ എൻ്റെ ഇളയ സഹോദരൻ്റെ അകാലമായ മരണം സംഭവിച്ചപ്പോൾ നടുങ്ങിപ്പോയ ഞങ്ങളുടെ കുടുംബത്തെ സിസ്റ്റർ വന്ന് സന്ദർശിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ച രംഗം ഇന്നും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ്. ഇത് എൻ്റെ മാത്രം ഒരു അനുഭവമല്ല, ഈ ഇടവകയിലെ നൂറുകണക്കിന് വേദനിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ ചികിത്സാരംഗത്തും കൗൺസിലിംഗ് കൂടി സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശുഭോർക്കമായ ഒരു കാര്യമാണ്. തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ സംവത്സരങ്ങളധികവും വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് സൗഖ്യവും സാന്ത്വനവുമായി തീരുകയായിരുന്നു സൗഖ്യദായകൻ്റെ ഈ മണവാട്ടി. ആതുരബാധിതമായ ശരീരവും മനസ്സുമായി എത്തുന്നവർക്കെല്ലാം ഈ സിസ്റ്റർ സംലഭ്യയായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് പാറോപ്പടിയിലെ MSMI പ്രൊവിൻഷ്യൽ ഹൗസിൽ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും തന്നെ തേടിയെത്തുന്നവർക്ക് സ്നേഹവും ശുശ്രൂഷയും നൽകി തൻ്റെ നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിൽ വ്യാപൃതയാകുന്ന ഡോക്ടർ സിസ്റ്റർ ജൈൽസിനായി നമുക്കും പ്രാർത്ഥിക്കാം. രക്ഷകൻ അലിവു
അപരാധങ്ങൾ